ഈ വ്ളോഗിൽ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു റമദാൻ പ്ലാനറാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തായാലും റമദാനൊക്കെ വന്നില്ലേ, അപ്പോൾ നമുക്കൊരു പ്ലാനറൊക്കെ വേണമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ മടിയുള്ളവർക്ക് ഈ പ്ലാനർ നല്ല യൂസ്ഫുള്ളായിരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനൊക്കെ ഈ പ്ലാനർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാ ഫസ്റ്റിന് ഞാൻ പിൻട്രസ്റ്റിൽ ഓരോരോ ഐഡിയാസ് നോക്കുകയാണ്. ഇത് ഞാൻ ചെയ്തൊരു ജേണലാണ്. പിന്നെ ഞാൻ ഈ ബുക്ക് മേക്ക് ഓവർ ചെയ്തിരുന്ന ഒരു വിൻറ്റേജ് തീമിലാണ്. ഇനിയിപ്പോൾ എൻ്റെ ഡയറി എടുക്കുകയാണ്. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റിന് നമ്മൾ ഫ്രണ്ട് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ഫ്രണ്ട് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പെൻസിൽ കളറായിട്ടൊക്കെ വരച്ചപ്പോൾ ജസ്റ്റ് കൊളായി പോയിട്ടുണ്ട്. സാറില്ല, നമുക്ക് ഡിസൈനായിട്ട് എടുക്കാം. നമ്മളോടാ കളി. എന്നിട്ട് അതിൻ്റെ സൈഡിൽ റമദാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനിൽ ചെയ്യാണ്. മുകളിൽ ഇതാ റമദാൻ പ്ലാനർ എന്നൊക്കെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സലാ ട്രാക്കറാണ്. അതായത് നമ്മളിപ്പോൾ റമദാനൊക്കെ വരുമ്പോൾ എല്ലാ വക്തും കള ആക്കാതെ നിസ്കരിക്കണമല്ലോ, അതാണല്ലോ എൻ്റെ ഒരു ഇത്. അപ്പം അങ്ങനെ ഒരു വക്തും കള ആക്കാതെ ഇരിക്കാനാണ് ഈ ഒരു സംഭവം. ഇതിൽ 30 കളികളും വരക്കാൻ കുറച്ച് പണിയായതുകൊണ്ട് തന്നെ 5 ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തെ 5 ദിവസം നമ്മളിപ്പോൾ ഫജ്ർ അതായത് സുബഹ് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ 5 ഇട്ടിട്ട് അതിന് ടിക്ക് ചെയ്യാം. അങ്ങനെ ലുഹർ 5 ദിവസം നിർവഹിക്കുക. അപ്പോൾ 5 ഇട്ടിട്ട് ടിക്ക് ചെയ്യാം. നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ 4 ഒക്കെ ആണെങ്കിൽ 4 ഇട്ടിട്ട് ടിക്ക് ചെയ്യാം. അങ്ങനെ 5 ദിവസമാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതാണിത്. ഓരോ 5 ഡേയ്സ് കഴിയുമ്പോഴും നിങ്ങൾ എഴുതാൻ മറക്കരുത്. പിന്നെ ഇപ്പോൾ ഇതാ കളറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് റമദാനിലാവുമ്പോൾ കുറച്ച് സ്പെഷ്യൽ ഗോൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ 5 വക്ത് നിസ്കാരം കള ആക്കാതെ നിസ്കരിക്കണം എന്നാണോ, അങ്ങനെ ഖുർആൻ ഓതണം എന്നാണോ, അങ്ങനെ എന്ത് ഗോൾസ് ആണെങ്കിലും നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫാസ്റ്റിംഗ്, അതായത് നമ്മുടെ നോമ്പ്. അതിനിടാ ഞാൻ ഇതേമാതിരിക്ക് ഒരു വൃത്തിയുള്ളൊരു പേജിൽ ഇതാ ഹെഡിങ് എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓരോ ലൈനിലും 6 കളികളാണ് വരക്കുന്നത്. അങ്ങനെ ഓരോ ലൈനിലും 6 കളികളായിട്ട് വരയ്ക്കുമ്പോൾ 30 പൂർത്തിയാവും. ഇനിയിപ്പോൾ ഫസ്റ്റ് നോമ്പാണെന്ന് വിചാരിച്ചോളി, നമ്മളത് ചെയ്തിക്കണമെങ്കിൽ, അതായത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റത്തെ കളിയിൽ ടിക്കിടാം. എന്നിട്ട് സെക്കൻഡത്തെ നോമ്പാകുമ്പോൾ സെക്കൻഡത്തെ കളിയിൽ ടിക്കിടാം. അങ്ങനെ നമ്മൾക്ക് 30 നോറ്റിക്കണമെന്നുള്ള മനസ്സിലാവും. അല്ലാത്തവ തെറ്റിടാം. ഇനി അടുത്തത് തറാവീഹാണ്. തറാവീഹ് ഞാൻ 10 ദിവസമാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 10 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കിടും, പിന്നെ 10 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കിടും, പിന്നെ 10 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കിടും, ചെയ്തിട്ടില്ലെങ്കിൽ നേരെ ക്രോസ് ഇടും. ഇപ്പോൾ നോമ്പിന് നമ്മളിങ്ങനെ തെറ്റിടുമല്ലോ ചിലത് ചെയ്തിട്ടില്ലെങ്കിൽ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് നമുക്കിനി കളാ വീട്ടാനുള്ളത് എന്ന്. അടുത്ത പേജ് നമ്മുടെ ഖുർആൻ ഖത്തം തീർക്കലാണ്. കംപ്ലീറ്റ് റീഡിങ് ഖുർആൻ എന്നാണ് ഞാൻ മുകളിൽ ഹെഡിങ് ആക്കിയിട്ട് നൽകിയിട്ടുള്ളത്. ഇത് നമ്മൾ മറ്റേ നോമ്പിൻ്റെ ഇതിൽ ചെയ്ത പോലെ തന്നെ 6 ദിവസമാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്.
നമ്മൾ സ്വലാഹ് ട്രാക്കർ ഉണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെ ഫജ്ർ, ളുഹർ, അസർ, മഗ്രിബ്, ഇഷ അങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് 6 days എന്ന് എഴുതിയിട്ട് ലൈൻ വരച്ചെടുക്കുക. പിന്നെ 6 days, പിന്നെ 6 days, പിന്നെ 6 days അങ്ങനെ എഴുതിയിട്ട് ലൈൻ വരച്ചെടുക്കുക. ഇതിൽ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ജ്യൂസ് ഓതി തീർക്കാൻ നോക്കാം. അതായത് ഇപ്പോൾ ഫജ്റിൽ ഒരു മിനിമം ഒരു 4 പേജ് ഓതാം. പിന്നെ ളുഹറിൽ 4 പേജ്, അതായത് ഉച്ചക്ക്. പിന്നെ അസറിൽ 4 പേജ്, അങ്ങനെ 4 പേജ് ഓതി തീർത്താൽ നമ്മൾ അങ്ങനെ ഒരു ഖത്തം തീർക്കും ഒരു ദിവസം. അങ്ങനെ 6 ദിവസം നമ്മൾ ഖത്തം തീർത്തിട്ടുണ്ടെങ്കിൽ അവിടെ 6 ജുസ് എന്ന് എഴുതി കൊടുക്കാം. അങ്ങനെ ഇതാ ഞാൻ ലാസ്റ്റ് പേജൊക്കെ എത്തി. അതിൽ ഞാനൊരു ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയൊക്കെ ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെയാണെങ്കിലും ചെയ്യാം. മാർച്ച് റമളാൻ 2025 എന്നൊക്കെ എഴുതിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ചെയ്തിരുന്നില്ലേ മറ്റേ ഖുറാൻ ഓതുന്നത്, അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് സ്പേസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതേപോലത്തെ ഒരു ഖുറാൻ്റെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഫോണിൽ കണ്ടപ്പോൾ അത് നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഖുറാൻ വരച്ചു കഴിഞ്ഞു. ഇതാണ് ഖുറാൻ്റെ ലുക്ക്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ആദ്യം തന്നെ നമ്മളെ പ്ലാനറിൻ്റെ ഫസ്റ്റ് പേജ്, പിന്നെ സ്വലാ ട്രാക്കർ, അതിൻ്റെ അടിയിലായിട്ട് ഗോൾസ്. അടുത്ത പേജിൽ ഫാസ്റ്റിങ്, അതായത് നോമ്പും, പിന്നെ അതിൻ്റെ താഴെ തന്നെ തഹജ്ജുദും. അടുത്ത പേജിൽ നമ്മളെ ഖുറാൻ കംപ്ലീറ്റ് ചെയ്യൽ. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റത്തെ പേജ്. അതിൽ ഞാൻ അടിയിലായിട്ട് ചേഞ്ചസ് എന്ന് എഴുതിയിട്ട് ഞാൻ ഈ കൊല്ലം ഇങ്ങനെയൊക്കെയാണ് ചേഞ്ച് വരുത്തിയത് എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ലാസ്റ്റ് ഇതുപോലത്തെ ഒരു കോളം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.